പ്രീവിയസ് പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടിയത് എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി മൈനസ് ആണ്. എഫ് ഓഫ് മൈനസ് 3 മൈനസിൻ്റെ എപ്സിലോൺ എന്ന് പറയുന്നത് മൈനസ് ആണ്. എഫ് ഓഫ് 3 പ്ലസ് എപ്സിലോൺ പ്ലസ് ആണ്. സോ ഇതിൻ്റെ അർത്ഥം എന്താ, ഈ രണ്ടാൾക്കാർ ഇവിടെ മൈനസ് പ്ലസ് വന്നുകൊണ്ട് നമുക്ക് ആൾറെഡി അറിയാം -3 -2 -1 0 എന്ന് പറയുന്ന പോയിൻറ്റ്സിൽ ഡിനോമിനേറ്ററിലായിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. സോ ഈ പോയിൻറ്റ്സിന് എക്സിന് കൊടുത്താൽ ഫംഗ്ഷൻ എന്തല്ല, ഡിഫൈൻഡ് അല്ല. സോ പക്ഷെ നമുക്ക് എന്ത് പറയാം, ഈ -3 മൈനസ് എപ്സിലോൺ അല്ലെങ്കിൽ -3 പ്ലസ് എപ്സിലോൺ ഒന്നും കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല അല്ലേ. സോ അവരുടെ സൈൻ ഡിഫറൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ എഫ് ഓഫ് -3 പ്ലസ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0യും എഫ് ഓഫ് -2 മൈനസ് എപ്സിലോൺ ലെസ് ദാൻ 0 ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, ഒരു 0 ഉണ്ടെന്നുള്ള ഉറപ്പ് പറയാം അല്ലേ. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഹാസ് അറ്റ്ലീസ്റ്റ് 1 റൂട്ട്സ് ഇൻ -3 ആൻഡ് -2. സിമിലർലി എഫ് ഓഫ് -2 പ്ലസ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണ്. എഫ് ഓഫ് -1 മൈനസ് എപ്സിലോൺ ലെസ് ദാൻ 0 ആണ്. സോ എഫ് ഓഫ് എക്സ് ഹാസ് റൂട്ട് ഇൻ ബിറ്റ്വീൻ ഇൻ്റർവൽ -2 -1. സോ സിമിലർലി നമ്മൾ ആ റൂട്ട്സ് പറയുന്നു. ഓക്കെ, അങ്ങനെ എഫ് ഓഫ് എക്സിന് 4 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. ഇനി ആൾ റൂട്ട്സും റിയൽ ആണ്. റിയൽ മാത്രമല്ല, അവർ ഡിഫറെൻറ്റ് ഇൻ്റർവെൽസ് ആണ് ഒക്കുപ്പൈ ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ഐസൊലേറ്റഡ് റൂട്ട്സ് ആണെന്ന് പറയും. ഓക്കെ, സോ ഐസൊലേറ്റഡ് റൂട്ട്സ് എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. ഡിഫറെൻറ്റ് ഇൻ്റർവെൽസിൽ ഒക്കുപ്പൈ ചെയ്യുന്ന രീതിയിൽ ആൾക്കാർ വന്നാൽ അവരെ ഐസൊലേറ്റഡ് റൂട്ട്സ് എന്ന് പറയും. ഓക്കെ, അടുത്ത് പറയാൻ പോകുന്ന റോൾസ് തിയർ ആണ്. ഈ റോൾസ് തിയർ നമ്മൾ പഠിച്ചിട്ടുള്ള റോൾസ് തിയറത്തിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ സാധനം തന്നെയാണ്. ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് റിയൽ റൂട്ട്സ് എ ആൻഡ് ബി ഓഫ് എ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ ആൻഡ് അറ്റ് എനി റേറ്റ് ആൻഡ് ഓഡ് നമ്പർ ഓഫ് റൂട്ട്സ് ഓഫ് ഇറ്റ്സ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്, തന്നിരിക്കുന്ന ഒരു പോളിനോമിയൽ എടുക്കുക. ആ പോളിനോമിയലിൻ്റെ 2 കോൺസിക്യൂട്ടീവ് സീറോസ് ആണ്. എന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞ ആളുടെ 0 ആണ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത 0 ആണ് ആര്, ബി. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ 0 ആണെങ്കിൽ എന്താ പറയണത്, ഡെറിവേറ്റീവ് ഇതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, 0 ആയിരിക്കും. മാത്രമല്ല എത്ര തവണ ഉണ്ടാവും, അറ്റ് എനി റേറ്റ് ആൻഡ് ഓഡ് നമ്പർ ഓഫ് റൂട്ട്സ് ഓഫ് ഇറ്റ്സ് ഡെറിവേറ്റീവ്. എന്ന് വെച്ചാൽ ഓഡ് നമ്പർ ഓഫ് ആൾക്കാരായിരിക്കും എന്തുണ്ടാവുക, ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആയിട്ടുള്ള രീതിയിൽ ഈ എയുടെയും ബിയുടെയും ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഓക്കെ, അടുത്ത കുറവ് എന്താ പറയണേ, ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് റൂട്ട്സ് ഓഫ് ദ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ലൈസ് അറ്റ്മോസ്റ്റ് 1 റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. അടുത്തെന്താ പറയണത്, എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ 2 റൂട്ടുകളുടെ കോൺസിക്യൂട്ടീവ് റൂട്ടുകളുടെ ഇടയിൽ ഉറപ്പായിട്ടും എന്തുണ്ടാവുമെന്ന് പറയുന്നത്, എഫ് ഓഫ് എക്സിൻ്റെ അറ്റ്ലീസ്റ്റ് 1 റൂട്ടെങ്കിലും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഒരു റൂട്ടല്ല, അറ്റ്മോസ്റ്റ് 1 റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം, 2 ഡെറിവേറ്റീവിൻ്റെ കോൺസിക്യൂട്ടീവ് ആയ റൂട്ട്സിനിടയ്ക്ക് അറ്റ്മോസ്റ്റ് എത്ര റൂട്ട് ഉണ്ടാവാൻ പറ്റുള്ളൂ, അറ്റ്മോസ്റ്റ് 1 റൂട്ട് ഉണ്ടാവാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ തന്നെ ക്ലിയർ ആണ്. കാരണം എഫ് ഓഫ് എക്സിന് 2 റൂട്ടുകളുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, ഡെറിവേറ്റീവിൻ്റെ 0 ഉണ്ടാവും അല്ലേ. സോ അത് കോൺസിക്യൂട്ടീവ് ആവുന്ന കോൺട്രഡിക്ഷൻ ആവും. അതാണ് സംഭവം. നമ്മളതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുകയാണ്. എക്സാമ്പിൾ എന്താ പറയണേ, സെപ്പറേറ്റ് ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ - 5x⁴ പ്ലസ് 10x² - 10x + 1. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഡെറിവേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടാവും, ഇയാൾ എന്തായി മാറും, 10x⁴ - 20x³ + 20x - 10. സോ മൊത്തത്തിൽ 10 കോമൺ എടുക്കും. 6:4 - 2x³ - 2x - 1. സോ അതിനെങ്ങനെ എഴുതാൻ പറ്റും, ദിസ് ഈസ് ഈക്വൽ ടു അതിനെ എന്താ x + 1 ഇൻറ്റു x = 1 കൊടുത്തുണ്ടാവും. x = 1 കൊടുത്തു കഴിഞ്ഞാൽ 1 - 2 + 2 - 1 ആണ് 0 കിട്ടും. ദാറ്റ് ഈസ് x + 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. x + 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടും ഓട്ടോമാറ്റിക്കലി x - 1 ഹോൾ ക്യൂബ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് അവർ എഴുതിയിട്ടുള്ളത്. അല്ലാണ്ട് കാണുമ്പോൾ തന്നെ അങ്ങനെ എഴുതാൻ പറ്റുന്നതല്ല, ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് x = 1 എന്നുള്ളത് കൊടുത്തു, x = 1 കൊടുക്കുമ്പോൾ x + 1 ഫാക്ടർ ആണെന്ന് കിട്ടും. x + 1 ഫാക്ടർ ആകുമ്പോൾ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി അതിന് എന്ത് ചെയ്യണു, അതിന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, x - 1 ഹോൾ ക്യൂബാണ് കിട്ടുക. ഓക്കെ, ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആണ്. അവിടെ എഫ് ഡാഷ് ഓഫ് 0 ആവുന്നത് x = 1 ആകുമ്പോഴും x = -1 ആകുമ്പോഴും അല്ല. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹാസ് 2 റൂട്ട്സ് -1 and 1. എഫ് ഡാഷ് ഓഫ് എക്സ് ഹാസ് 2 റൂട്ട്സ് -1 and 1. നൗ ഇപ്പോൾ ഇൻ്റർവെൽ എടുത്തു. ഇൻ്റർവെൽ -∞ to -1, -1 to 1, 1 to ∞. നൗ ഈ 4 വാല്യൂസിൽ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് നോക്കുക. ഇപ്പോൾ -∞ കൊടുത്താൽ എന്താ വരിക, 2 × -∞⁵ -∞ ഇങ്ങനെ വരും. സോ ഇത് ചെയ്യുമ്പോൾ എന്താ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുക, ഇത് തന്നിരിക്കുന്ന പോളിനോമിയലിൽ മനസ്സിലാക്കുക എന്താണ്, ഇത് ഡൊമിനേറ്റിംഗ് ആളെന്ന് പറയുന്നത് ഇപ്പോഴും അതിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റ് ആണ്. അതായത് അതിൻ്റെ ഹയസ്റ്റ് എക്സിൻ്റെ പവറുള്ള ആളാണ്. അപ്പോൾ അവിടെ -∞⁵ എന്ന് പറയുമ്പോൾ അത്രയും ടൈംസ് എന്തിനു മൈനസ് എഫക്റ്റ് അവിടെ വരും. സോ ബാക്കിയുള്ള ഈ ആൾക്കാർ അതിൽ അത്ര വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് എന്തായിരിക്കും, അത് നെഗറ്റീവ് ആയിരിക്കും, -∞ ആയിരിക്കും. ഓക്കെ, അടുത്ത എഫ് ഓഫ് -1 കണ്ടുപിടിച്ചത് 14 കിട്ടിയത്, 14 ഗ്രേറ്റർ ദാൻ 0 ആണ്. അടുത്ത എഫ് ഓഫ് 1 കണ്ടുപിടിച്ചത് -2 ആണ്. ഇനി എഫ് ഓഫ് ഇൻഫിനിറ്റി കണ്ടുപിടിക്കുമ്പോൾ എന്താ എപ്പോഴും അതിൻ്റെ പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് കോഫിഷ്യൻ്റ് ടേമാണ് അതിനെ ഡീൽ ചെയ്യുക. സോ 2 × ∞⁵ ആണ് വരിക. അത് റെസ്റ്റ് ഓഫ് ദി ആൾക്കാരെക്കാൾ എന്ത് ചെയ്യും, ഡൊമിനേറ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കലി. സോ +∞ പവർ ആയിരിക്കും വരിക. സോ ഇൻഫിനിറ്റി ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും, നമുക്ക് ഓട്ടോമാറ്റിക്കലി എഫ് ഓഫ് -∞ ലെസ് ദാൻ 0 ആണ്, എഫ് ഓഫ് -1 ഗ്രേറ്റർ ദാൻ 0 ആണ്. ദാറ്റ് ഈസ് -∞ -1 ഇടയിൽ എന്തുണ്ട്, അതിനൊരു റൂട്ട് ഉണ്ട്. സിമിലർലി എഫ് ഓഫ് -1 ഗ്രേറ്റർ ദാൻ 0 ആണ്,
എഫ് ഓഫ് -1 ഗ്രേറ്റർ ദാൻ 0 ആണ്, എഫ് ഓഫ് 1 ലെസ് ദാൻ 0 ആണ്. സോ എഫ് ഓഫ് എക്സ് ഹാസ് എ റൂട്ട് ബിറ്റ്വീൻ -1 ആൻഡ് 1. അടുത്ത എഫ് ഓഫ് 1 ലെസ് ദാൻ 0 ആണ്, എഫ് ഓഫ് ഇൻഫിനിറ്റി ഗ്രേറ്റർ ദാൻ 0 ആണ്. ദാറ്റ് ഇസ് എ റൂട്ട് ബിറ്റ്വീൻ interval 1 to infinity. This indicates that f of x has 3 real roots and they are in different intervals. So they are simple and isolated roots. So എന്താണ് പറയുന്നത്, എന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിന് എന്തുണ്ട്, റിയൽ റൂട്ട്സുകളെ കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്തു. റിയൽ റൂട്ട്സ് എവിടെ കിടക്കുന്ന പറഞ്ഞാൽ -∞ to -1 ഇടയിലും, -1 to 1 ഇടയിലും, 1 to infinity ഇടയിലും. അത് നമുക്ക് എന്താ പറയാം, എഫ് ഓഫ് എക്സ് ഹാസ് 3 റിയൽ റൂട്ട്സ് ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറ്റും. ദേ ആർ ആൾ ഡിഫറെൻറ്റ് ഇൻ്റർവൽസ് ആണ്. സോ ദേ ആർ ഐസൊലേറ്റഡ് ആണെന്ന് പറയാം. ഓക്കെ. How many real roots has an equation x is to 4 minus 4ax plus b equal to 0? So നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എഫ് ഓഫ് എക്സ് ഈക്വൾ ടു 4x or x മൈനസ് ബി ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നുണ്ടാവും 4x³ മൈനസ് 4a ആയിരിക്കും. ദാറ്റ് ഈസ് 4x³ മൈനസ് a ആയിരിക്കും. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൾ 0 എന്ന് പറഞ്ഞ അർത്ഥം x ഈക്വൾ ടു a raised to 1/3 എന്ന അർത്ഥം. സോ ഇൻ്റർവൽ കട്ട് ചെയ്യുമ്പോൾ എന്തായി മാറും, -∞ തൊട്ട് a raised to 1/3 വരെ, a raised to 1/3 തൊട്ട് ഇൻഫിനിറ്റി വരെ. സോ എഫ് ഓഫ് -∞, എഫ് ഓഫ് a raised to 1/3, എഫ് ഓഫ് ഇൻഫിനിറ്റി കണ്ടുപിടിക്കണം. സോ ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സിന് ഒറ്റ റൂട്ടേ ഉള്ളൂ. ആ റൂട്ട് വെച്ച് ഇൻ്റർവൽ കട്ട് ചെയ്തിട്ട് നമ്മൾ 3 വാല്യൂസ് കണ്ടുപിടിക്കണം. എഫ് ഓഫ് ഇൻഫിനിറ്റി എന്താ വരിക, -∞ പവർ 4 ആണ് വരുന്നത്. ദാറ്റ് ഈസ് അതിൻ്റെ ഡൊമിനേറ്റിംഗ് ടേം ഒരു ഈവൻ പവർ ആണ്. ദാറ്റ് ഈസ് -∞ പവർ എടുത്താൽ പോസിറ്റീവായി മാറും. സോ +∞ ആയിരിക്കും ആയി വരിക, എഫ് ഓഫ് -∞ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നത്. സിമിലർലി എഫ് ഓഫ് ഇൻഫിനിറ്റിയും പ്ലസ് എഫ് ഓഫ് ഇൻഫിനിറ്റി തന്നെയായിരിക്കും. എഫ് ഓഫ് a raised to 1/3 എന്ത് വരും, കൊടുത്തുമ്പോൾ -3a raised to 4/3 പ്ലസ് b വരും. സോ എഫ് ഓഫ് a raised to 1/3 ഈക്വൾ ടു 0 ഇംപ്ലൈസ് b ഈക്വൾ ടു b³ equal to 27a raised to 4. So f of a raised to 1/3 എന്ന് പറയുന്നത് സോ നമുക്ക് അതിൻ്റെ സൈൻ അറിയില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എഫ് ഓഫ് a raised to 1/3 = 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് b³ equal to 27a raised to 4 ആണ് കിട്ടും. ഇത് വെച്ചിട്ട് നമ്മൾ ബിയുടെ എയുടെ വാല്യൂ ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാൽ എഫ് ഓഫ് a raised to 1/3 ഗ്രേറ്റർ ദാൻ 0 ആവും, എഫ് ഓഫ് a raised to 1/3 ലെസ് ദാൻ 0 എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യും. ദാറ്റ് ഈസ് എഫ് ഓഫ് a raised to 1/3 ഗ്രേറ്റർ ദാൻ 0 എപ്പോഴാണ്, 1/3 ഗ്രേറ്റർ ദാൻ 0 എപ്പോഴാണ്, ഇഫ് b³ ഗ്രേറ്റർ ദാൻ 27a raised to 4. ആൾസോ എഫ് ഓഫ് a raised to 1/3 ലെസ് ദാൻ 0 ഇഫ് b³ ലെസ് ദാൻ 27a raised to 4. So if b³ greater than 27a raised to 4, then നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് -∞യും എഫ് a raised to 1/3 പോസിറ്റീവ് ആണ്, എഫ് ഓഫ് ഇൻഫിനിറ്റിയും പോസിറ്റീവ് ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഹാസ് നോ റിയൽ റൂട്ട്സ്. റിയൽ റൂട്ട്സ് ഇല്ല, എല്ലാ റൂട്ട്സും എന്താണ്, ഇമാജിനറി ആണെന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത കേസിലാണെങ്കിലോ എഫ് ഓഫ് a raised to 1/3 b³ ലെസ് ദാൻ 27a raised to 4 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ രണ്ടിൻ്റെ ഇടയിൽ എഫ് ഓഫ് -∞ എഫ് ഓഫ് a raised to 1/3 ഒരു റൂട്ട് ഉണ്ട്, അതുപോലെ എഫ് ഓഫ് a raised to 1/3 എഫ് ഓഫ് ഇൻഫിനിറ്റിയുടെ ഇടയിൽ എന്തുണ്ട്, ഒരു റൂട്ട് ഉണ്ടെന്ന് പറയാൻ പറ്റും. It indicates that f of x has 2 real roots and simple roots and they are in between -∞ to a raised to 1/3 and a raised to 1/3 infinity. രണ്ട് ഡിഫറെൻറ്റ് ഇൻ്റർവൽ ആയതുകൊണ്ട് എന്താണത്, ഇമാജിനറി, ബാക്കിയുള്ള റൂട്ട് ഇമാജിനറി ആയിരിക്കും. ഓക്കെ, രണ്ടുപേരും ഡിഫറെൻറ്റ് ഇൻ്റർവൽ ആയതുകൊണ്ട് അതെന്ത് പറയാൻ പറ്റും, അതൊരു ഐസൊലേറ്റഡ് റൂട്ട്സ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ, തന്നിരിക്കുന്ന പോളിനോമിയൽ എന്നുണ്ടാവും, അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ഡെറിവേറ്റീവ് ഈക്വൾ ടു 0 കൊടുക്കുക, ആ കിട്ടുന്ന പോയിന്റുകൾ വെച്ച് എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഇതിനെ ഇൻ്റർവലുകൾ ഡിവൈഡ് ചെയ്യുക, ആ ഇൻ്റർവലുകളിൽ ആ കിട്ടുന്ന പോയിന്റ്സ് വെച്ച് എന്ത് ചെയ്യുക, ഫംഗ്ഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ -∞ ആണോ +∞ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് റൂട്ടുകൾ ഏതൊക്കെ ഇൻ്റർവലുകളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അടുത്തെന്താ, സെപ്പറേറ്റ് ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ. അത് സെയിം പരിപാടി തന്നെ ചെയ്തിട്ടുള്ളത്, സോ നോക്കുക. ഓക്കെ, separate the roots of the വലിയ ഇക്വേഷൻ ആണ്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x raised to 6 + 27x raised to 5 + 30x raised to 4 - 20x³ - 75x² - 60x + 3. ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 30x raised to 5 + 120x raised to 4 + 120x³ - 60x² - 150x - 60. മൊത്തത്തിൽ 30നെ കോമൺ എടുക്കുക. ഇനി ഇങ്ങനെ സൊല്യൂഷൻ വരും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് എങ്ങനെ വരും നമുക്കറിയാം. ഏകദേശം തന്നിരിക്കുന്ന -2നെ ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ ആളായി വരണം, അല്ലേ. ദാറ്റ് ഈസ് +or -1 or +or -2 ആണ് ഓപ്ഷൻ ഉള്ളത്. സോ ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് എന്താ, 1 ചെക്ക് ചെയ്യുമ്പോൾ തന്നെ എന്തുണ്ടാവും, 1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ടാവും, 1 - 1 + 4 + 4 - 2 - 5 - 2. ദാറ്റ് ഈസ് -9 ഇപ്പുറത്ത് വരും, +9 ഇപ്പുറത്ത് വരും, 0 വരും. ദാറ്റ് ഈസ് 1x + 1 വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാവും. സോ വി ട്രൈ വിത്ത് 1 = 1 4 1 നമ്മുടെ ഡിവിഷൻ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യണം. 1 എഴുതി 4 1 × 4
1 ഇൻറ്റു 1 4 പ്ലസ് 1 5, പിന്നെ 5 പോയി, 5 ഇൻറ്റു 4 പ്ലസ് 5 9, 9 ഇൻറ്റു 1 9 ആയി, 7 ആയി, 7 ഇൻറ്റു 1 ഇൻറ്റു 7 7 കിട്ടി, ആഡ് ചെയ്ത് 2 വന്നു, 0 ആയി പോയി അല്ലേ. സിമിലർലി 1 വീണ്ടും എടുത്തു, എന്നിട്ടും 1 ഈസ് എ ചെയ്തിട്ട് 1 6 15 12 22 എത്തി നിർത്തി, 24 ഇവിടെ 0 ആയി വരുന്നില്ല, സോ നിർത്തിയപ്പോൾ എന്തുകൊണ്ട് നോ വി ട്രൈ വിത്ത് -1. -1 ഏതിലാണ് ട്രൈ ചെയ്യണേ? 1 5 9 7 2 ട്രൈ ചെയ്യണേ. സോ -1 -4 -5 8 2 0 വരുന്നുണ്ട്. സോ -1 ഈസ് എ ഡബിൾ റൂട്ട് ഓഫ് ദി, ആൻഡ് അതർ ഫാക്ടർ ഈസ് x² + x³ + 2.